കടൽക്കൊള്ളക്കാർ പിടിച്ചുകെട്ടിയിട്ട് ബന്ദിയാക്കിയ 19 പാകിസ്ഥാനി പൗരന്മാരെ രക്ഷപ്പെടുത്തി ഇന്ത്യൻ നാവികസേന ലോകശ്രദ്ധ നേടി. അറബിക്കടലിൽ സമാനതകളില്ലാത്ത ഓപ്പറേഷനാണ് ഇന്ത്യൻ നേവി നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് എണ്ണക്കപ്പലിനെ ഹൂതി ഇസ്ലാമിക ഭീകരരുടെ ആക്രമണത്തിൽ നിന്നും രക്ഷിച്ചിരുന്നു. 21 പേരെ കത്തുന്ന കപ്പലിൽ നിന്നും സാഹസികമായി രക്ഷിച്ച് കപ്പലും രക്ഷപ്പെടുത്തി. ഇറാന്റെ കപ്പൽ രക്ഷപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ സൊമാലിയൻ കടൽക്കൊള്ളക്കാർ റാഞ്ചിയ കപ്പലിൽ നിന്നും പാകിസ്ഥാനികളായ 19 പൗരന്മാരെയാണ് ഇന്ത്യൻ നേവി രക്ഷപ്പെടുത്തി താരമായത്. ഇപ്പോൾ ഇറാന് പിന്നാലെ പാകിസ്ഥാനെയും രക്ഷിച്ച ഇന്ത്യൻ നേവിയുടെ മനുഷ്യത്വം. ഇന്ത്യയിലെ കേന്ദ്ര സർക്കാരും അത് നയിക്കുന്ന മോദിയുടെയും കരുത്തും നല്ല മനസ്സുമാണിത്. ഇങ്ങനെ പറഞ്ഞാൽ ജിഹാദികളും സുഡാപ്പികളും ഇനിയും സമ്മതിക്കില്ല. മോദിയാണോ, ഇന്ത്യൻ സൈന്യമല്ലേ പാകിസ്ഥാൻ കപ്പലും ഇറാൻ കപ്പലും രക്ഷിച്ചത് എന്ന് ചോദിക്കാം. എന്നാൽ മോദിയുടെ നയമാണ് നടപ്പാക്കുന്നത്. മോദി ഒരു വാക്ക് പറഞ്ഞാൽ സൈന്യം നയം മാറ്റും. കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാതെ ഒരു ഓപ്പറേഷനും നടത്തില്ല. മാത്രമല്ല, ഇത്തരത്തിൽ നേവി ഓപ്പറേഷൻ നടത്തുമ്പോൾ അതിന്റെ കൺട്രോളും ദില്ലിയിൽ തന്നെയാണ്. പാകിസ്ഥാൻ ആകട്ടെ ഇന്ത്യയിലെ ആളുകളെ സ്ഫോടനത്തിൽ കൊല്ലുന്നു, ഇന്ത്യൻ പട്ടാളക്കാരെ ഭീകരരെ അയച്ചു കൊല്ലുന്നു, ഇന്ത്യൻ മിലിറ്ററി ക്യാമ്പുകളിലേക്ക് പാക് ചാവേർ ബോംബറുകൾ സ്ഫോടനമുണ്ടാക്കുന്നു. ചതിയുടെ മൂർധന്യഭാവമായ പാകിസ്ഥാനോട് ഇന്ത്യ കാണിക്കുന്ന മാനുഷികമായ സഹായം ഇപ്പോൾ ലോകത്ത് അമ്പരപ്പും കയ്യടിയുമുണ്ടാക്കി. ഇന്ത്യൻ നാവികസേന ചൊവ്വാഴ്ച സൊമാലിയയുടെ കിഴക്കൻ തീരത്ത് കടൽക്കൊള്ള ശ്രമം പരാജയപ്പെടുത്തി. INS സുമിത്ര എന്ന പട്രോൾ കപ്പൽ 11 സൊമാലിയൻ കടൽക്കൊള്ളക്കാരിൽ നിന്ന് പാകിസ്ഥാനികൾ ഉൾപ്പെട്ട മത്സ്യബന്ധന ബോട്ട് തിരിച്ചുപിടിക്കുകയായിരുന്നു. ഇന്ത്യൻ നേവിയുടെ പടക്കപ്പൽ എത്തുമ്പോൾ 19 പാകിസ്ഥാനികളെയും സൊമാലിയ കൊള്ളക്കാർ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. തുടർന്ന് സൊമാലിയ തീരത്തേക്ക് ഈ കപ്പൽ കൊണ്ടുപോകുന്ന വഴിക്ക് ഇന്ത്യൻ നേവിയുടെ INS സുമിത്ര യുദ്ധക്കപ്പൽ തടഞ്ഞു. ഇതോടെ വന്ന ബോട്ടിൽ കടൽക്കൊള്ളക്കാർ ജീവനും കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് 19 പാകിസ്ഥാൻ പൗരന്മാരെയും ഇന്ത്യൻ നേവി രക്ഷിച്ചു. കപ്പൽ തിരികെ പിടിച്ചു. വിവരം പാകിസ്ഥാനിലെ അധികൃതരെ അറിയിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പൽ INS സുമിത്ര അപകടത്തിൽപ്പെട്ട കപ്പൽ തടഞ്ഞു നിർത്തി കടൽക്കൊള്ളക്കാരെ തുരത്തിയെന്നും പാകിസ്ഥാനികളെ രക്ഷപ്പെടുത്തിയെന്നും അറിയിച്ചപ്പോൾ പാകിസ്ഥാൻ വിദേശകാര്യ വകുപ്പ് ഇന്ത്യക്ക് നന്ദി പറഞ്ഞു. നോക്കുക, മോദി വിരുദ്ധതയും മറ്റും മുദ്രാവാക്യമാക്കിയ ആളുകൾ ഒന്ന് മനസ്സിലാക്കണം. ഇസ്ലാമിക വിരുദ്ധതയാണ് ഇന്ത്യൻ സർക്കാർ പിന്തുടരുന്നത് എങ്കിൽ ഒറ്റ ഇസ്ലാമിക ഭീകര രാജ്യമായ പാകിസ്ഥാനിലെ പൗരന്മാരോട് കരുണ കാണിക്കേണ്ടായിരുന്നു. എല്ലാറ്റിനും ഇത് ഇന്ത്യയുടെ മാനവികതയും മനുഷ്യസ്നേഹവും തന്നെയാണ് ഇതിനെല്ലാം തെളിവും കാരണവും. സൊമാലിയൻ തീരത്തോട് ചേർന്നായിരുന്നു ഇന്ത്യൻ നേവിയുടെ ഓപ്പറേഷൻ. മറ്റൊരു രാജ്യങ്ങളും സഹായവുമായി എത്തിയിരുന്നില്ല. പാകിസ്ഥാൻ ആവട്ടെ അറബിക്കടലിൽ പെട്രോളിംഗ് നടത്തുന്ന ഒരു കപ്പൽ പോലുമില്ല. ബോട്ടിനൊപ്പം ജീവനക്കാരെയും സുരക്ഷിതമായി മോചിപ്പിക്കുന്നതിന് കടൽക്കൊള്ളക്കാരെ തുരത്താൻ ഇന്ത്യൻ സൈന്യം കമാൻഡോ ഓപ്പറേഷൻ നടത്തുകയായിരുന്നു. കാരണം ബന്ദികളാക്കിയ പാകിസ്ഥാൻ പൗരന്മാരുടെ ജീവൻ അപകടത്തിലാകാതെ രക്ഷാപ്രവർത്തനമായിരുന്നു നടത്തിയത്. ബോട്ടിനൊപ്പം 19 ജീവനക്കാരെയും വിജയകരമായി മോചിപ്പിക്കുകയും ചെയ്തു. കപ്പൽ തട്ടിക്കൊണ്ടുപോയി 36ാമത്തെ മണിക്കൂറിലാണ് തിരികെ പിടിച്ചത്. ഈ കഴിഞ്ഞ ദിവസമാണ് സൊമാലിയയുടെ കിഴക്കൻ തീരത്ത് കടൽക്കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയ ഇറാനിയൻ പതാക ഘടിപ്പിച്ച മത്സ്യബന്ധന കപ്പൽ ഇന്ത്യൻ യുദ്ധക്കപ്പൽ തടയുകയും 17 ജീവനക്കാരെയും തിങ്കളാഴ്ച സുരക്ഷിതമായി മോചിപ്പിക്കുകയും ചെയ്തത്. ഇറാന് പിന്നാലെ ഇപ്പോൾ പാകിസ്ഥാന്റെ കപ്പലും പൗരന്മാരെയും ഇന്ത്യ രക്ഷിച്ചു. ഹിന്ദുസ്ഥാന്റെ ധീരപടയാളികൾ ലോകത്തെ 2 തീവ്ര ഇസ്ലാമിക രാജ്യങ്ങളുടെ കപ്പലുകളാണ് കൊള്ളക്കാരിൽ നിന്നും നിസ്വാർത്ഥ സൈനിക സേവനത്തിലൂടെ രക്ഷിച്ചത്. INS സുമിത്ര 36 മണിക്കൂറിനുള്ളിൽ വേഗത്തിലും നിരന്തരവും അശ്രാന്തവുമായ പരിശ്രമത്തിലൂടെയാണ് ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.